അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവുള്ള നിലയ്ക്ക് അദ്ദേഹം ഇത് പറയണോ വേണ്ടയോ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം അയാളുടെ തന്നെയാണ്. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ എം പിയാണ്, കോൺഗ്രസിൻ്റെ കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അത് കേന്ദ്രത്തിലെയും BJP എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളൂ അദ്ദേഹം ചിന്തിക്കണം. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം അദ്ദേഹം ഞാൻ അടുത്ത കാലങ്ങളായി കാണുന്ന ഒരു കാര്യം റിയാലിറ്റിയെ എന്താണോ അത് വിളിച്ചു പറയുക എന്നുള്ള ശൈലിയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. അത് റിയൽ മാനായി മാറുന്ന ഒരു ശൈലിയിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം പോകുന്നത്. കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനായി നിൽക്കുന്നില്ല എന്നുള്ളത്. രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ അടിസ്ഥാനമായി അദ്ദേഹം എന്ത് രാഷ്ട്രീയത്തിൻ്റെ പൊതുബോധത്തിലാണോ ജീവിക്കുന്നത് അദ്ദേഹം ആ പൊതുബോധത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അടുത്ത കാലത്തായിട്ട് ശശി തരൂർ അങ്ങനെയല്ല ജീവിക്കുന്നത്. എന്താണോ ചെയ്യുന്നത് അദ്ദേഹം റിയാലിറ്റി എന്താണോ അത് വിളിച്ചു പറയും. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്താണ് എന്ന് വിളിച്ചു പറയും അദ്ദേഹം നല്ല സംസ്ഥാനമായി പിന്നെ വ്യാവസായിക സൗഹൃദ സംസ്ഥാനമായി മാറി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിന് പിന്നെ അഭിമുഖം കൊടുത്ത അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം എന്താണോ ചെയ്യുന്നത് അദ്ദേഹം അതാത് സമയങ്ങളിലെ റിയാലിറ്റിയെ വിളിച്ചു പറയുക എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ സംവിധാനം കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. അതെങ്ങനെയാണ് ദോഷമാകുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഒരു PR ഏജൻസിയായി മാറും. കാരണം എന്താണോ CPM പറയേണ്ടത് അത് ഇന്ത്യയിലുള്ള ജനങ്ങളോട് മുഴുവൻ വിളിച്ചു പറയും. എന്താണോ BJP പറയേണ്ടത് അത് ഇന്ത്യയിലുള്ള ജനങ്ങളോട് വിളിച്ചു പറയുമെന്നുള്ളതാണ്.